Hi everyone, this is Jabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആപ്പിളിലെ ലേറ്റസ്റ്റ് ലീക്സും റൂമേഴ്സും എല്ലാത്തിനെയും പറ്റിയാണ്. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന് ഉറപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത് ഐശ്വര്യമായിട്ട് നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.1 പുതിയ ബീറ്റ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്, ബീറ്റ 4. ഈ ഒരു അപ്ഡേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ സംഭവമായിരുന്നു 26 ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ആപ്പിൾ കൊണ്ടുവന്നത്. പക്ഷെ അതിന് ഏറ്റവും വലിയ പ്രശ്നം വന്നതും വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂ തന്നെയായിരുന്നു. നമുക്കൊരു ഫോൺ എന്തിനാണ് വേണ്ടത്? നമുക്ക് അത്യാവശ്യം ടെക്സ്റ്റ് വായിക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുക. പക്ഷെ ലിക്വിഡ് ഗ്ലാസ്സിലേക്ക് ആയപ്പോഴത്തേക്കും ഫുൾ ഗ്ലാസിൻ്റെ ഒരു അതിപ്രസരം കാരണം നമുക്ക് പല കാര്യങ്ങളും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആപ്പിൾ ക്ലിയറും ടിൻറ്റഡും എന്നീ പറഞ്ഞ 2 ഓപ്ഷൻ കൊണ്ടുവന്നുണ്ട്. സോ iOS 26 ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പോകുന്നതും ആ ഒരു ഫീച്ചറിന് തന്നെയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വാച്ചിനും മാക്കിനും ഹോം പോഡും ടിവിക്കും എല്ലാത്തിനും പുതിയ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ പറഞ്ഞ ഹോം പോഡും മാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ മാക്കും അതോടൊപ്പം ഐപാഡും വിഷൻ പ്രോയും ആപ്പിൾ ഓൾറെഡി ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അനൗൺസ് ചെയ്തു. ഈ പറഞ്ഞ 22-നായിരുന്നു ആപ്പിൾ ഒഫീഷ്യലി എല്ലാ സ്റ്റോറിലും ഈ പറഞ്ഞ 3 പ്രൊഡക്റ്റും കൊണ്ടുവന്നിരിക്കുന്നത്. സോ വിഷൻ പ്രോൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് എന്തായാലും ചെക്ക് ചെയ്യാം. അതോടൊപ്പം കഴിഞ്ഞ ന്യൂസിൽ ഞാൻ പറഞ്ഞായിരുന്നു ആപ്പിൾ ടി വിയിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ടി വി സബ്സ്ക്രൈബേഴ്സിന് 2026 F1 എന്ന് പറഞ്ഞ ആ ഒരു ഫുൾ ബ്രോഡ്കാസ്റ്റ് കാണാൻ പറ്റുന്ന. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് MLS ഈ പറഞ്ഞ മേജർ ലീഗ് സോക്കർ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതും ഇപ്പോൾ ആപ്പിൾ ടി വി സബ്സ്ക്രിപ്ഷനുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും. മെസ്സിയുടെ ഒക്കെ ഫുൾ ഇവൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഫുൾ സീസൺ നിങ്ങൾക്ക് ആപ്പിൾ ടി വി കാണാം. ആപ്പിൾ ടി വിയിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലും നല്ല രീതിക്കുള്ള എന്താ പറയുക ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ലഭിക്കും. എസ്പെഷ്യലി മാക്ബുക്ക്, ഐഫോൺ എന്നീ പറഞ്ഞ ഡിവൈസുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ കമൻട്രിയും ബാക്കി എല്ലാ കാര്യം കേൾക്കാൻ പറ്റും. ഇത് വലിയ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ല. പക്ഷേ ആപ്പിൾ ടി വിയിൽ ഓഡിയോനും വിഷ്വലിനും നല്ല ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നേവരെയും കണ്ടിട്ടുള്ള എല്ലാ ചാനൽസിലും അല്ലെങ്കിൽ എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ പറഞ്ഞ ഗെയിംസ് കാണാൻ ആപ്പിൾ ടി വിയിലെ ഗെയിംസിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ആ വീഡിയോ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തൊട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. ആപ്പിളിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു സിറി ആൻഡ് LLM എന്ന് പറയുന്നത്. LLM വിച്ച് മീൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ. നമ്മുടെ ChatGPT ഗൂഗിൾ ജെമിനയൊക്കെ വർക്ക് ചെയ്യുന്നത് LLM-ലാണ്. ഇപ്പോഴും ആപ്പിളിന് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു സെക്ടർ കൈ കടന്ന് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഫുൾഫിൽ ചെയ്ത് പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2024 ഡബ്ഡബിൽ പറഞ്ഞു iOS 18.4 നമുക്ക് പേഴ്സണലൈസ്ഡ് ആയ സിറി വരും, നമ്മളെ കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന സിറി വരും എന്ന് പറഞ്ഞാൽ വന്നില്ല, ഡിലേ ആയി. അതിന് ഭയങ്കരമായിട്ടുള്ള ക്ലാഷും പ്രശ്നങ്ങളും ആപ്പിളിനുള്ളിലുണ്ടായി. സോ അടുത്ത അപ്ഡേഷനിൽ, അതായത് 2025 വന്ന ഈ പറഞ്ഞ iOS 26 നമുക്ക് പേഴ്സണലൈസ് സിറിയും കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാം കൊണ്ടുവരുന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ 26.4 ഈ പറഞ്ഞ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു Feb-March ആ ടൈമിലായിരിക്കും 26.4 റിലീസ് ചെയ്യാനുള്ള ടൈം പൊതുവേ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ iOS 26.4 അപ്ഡേഷനിൽ ഇപ്പോൾ തന്നെ ആപ്പിൾ എംപ്ലോയീസിന് സിറിയുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ട്. കാരണം ഇപ്പോഴും കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നിങ്ങനെ കുറേയധികം റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ 26.4 പേഴ്സണലൈസ് സിറിയും LLM-ഉം ആപ്പിൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആസ് എ ആപ്പിൾ എന്തൂസിയാസ്റ്റ് ഞാൻ പറയാം, നമുക്ക് കുറേ കാര്യങ്ങൾ താഴത്തേക്ക് പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ഉള്ള യുഗം അല്ലെങ്കിൽ ഈ പറയുന്ന ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് AI അസിസ്റ്റഡ് ആയ കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് സഫാരിയിലേക്കെങ്കിലും
അസിസ്റ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സെർച്ച് എൻജിൻസും ബാക്കിയെല്ലാം കൊണ്ടുവരാം. ഇപ്പോൾ ChatGPT ഓൾറെഡി അവരുടെ ബേസ്ഡ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഗൂഗിൾ ഓൾറെഡി ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഇപ്പോൾ ഭയങ്കര പുറകിലേക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ സെക്ടറിലാണ്. ഹാർഡ്വെയർ ഓസമാണ്, സോഫ്റ്റ്വെയർ അതിലും ഗംഭീരമാണ്. പക്ഷേ ഈ പറയുന്ന സോഫ്റ്റ്വെയർ തരുന്ന ചില എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴും ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ സിറി, പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്നീ പറഞ്ഞ സെക്ടറിലാണ്. സോ ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. നിങ്ങൾക്കും ഇതേപോലെ ഐഫോണിൽ എവിടെയാണ് ഇപ്പോഴും ഒരു ഒന്നുമില്ല മുത്തേ, ഭയങ്കര സ്നേഹമാണ്, എവിടെ നിന്ന് വിളിച്ചാലും വിളിയേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫേവറേറ്റ് ആയിട്ടുള്ള ഫീച്ചറും അതോടൊപ്പം ഇഷ്ടമുള്ള ഫീച്ചറും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഐഫോൺ എയർ ഇപ്പോൾ നല്ല രീതിക്ക് പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചാൽ. പക്ഷേ ഇവിടെ ആൾക്കാർ നോക്കുന്നത് ആപ്പിൾ മാത്രമാണ്. ആപ്പിൾ മാത്രമല്ല പ്രൊഡക്ഷൻ കുറച്ചിരിക്കുന്നത്, സാംസങ്ങിൻ്റെ S25 എഡ്ജ് എന്ന് പറഞ്ഞ മോഡലും ഈ പറഞ്ഞ സാംസങ് കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ. ഇത് വേറൊന്നും കൊണ്ടല്ല, 10 ഫോൺ ഒരിക്കലും അവരുടെ ഡെയിലി യൂസിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയാസ് ഇപ്പോഴും ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഐഫോൺ എയറിൻ്റെയും ഐഫോൺ 17-ൻ്റെയും വിഷൻ പ്രോൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ റിലീസ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. എന്താണെന്ന് ചോദിച്ചാൽ ഐഫോൺ എയറിൻ്റെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഈ വീഡിയോ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എസ്പെഷ്യലി നിങ്ങളൊരു ഫോട്ടോ സെൻട്രിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ എടുക്കാനേ പാടില്ല. സിനിമാറ്റിക് മോഡ് ഇല്ല ഈ ഫോണിൽ, ഏതിൽ? ഐഫോൺ എയറിൽ. പിന്നെ ബാറ്ററി ഓക്കെ എന്നേ പറയുള്ളൂ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ യൂസേജ്. അത് നമുക്ക് വേണമെങ്കിൽ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ ക്യാമറ, എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കാറില്ലേ? വീഡിയോ, പിന്നെ ഈ പറയുന്ന അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിവൈസിൻ്റെ സ്പീക്കേഴ്സ്, ഈ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു പാട്ട് കേൾക്കണേ നിങ്ങൾ ഇങ്ങനെ വെച്ച് പാട്ട് കേൾക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഐഫോൺ എയറിൽ ഇതേപോലെ തിന്നാക്കിയപ്പോൾ കുറേ കാലം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. സെയിം സാധനം തന്നെ ഇപ്പോൾ സാംസങ്ങിൻ്റെ S25 എഡ്ജിലും കുറേ കാലം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞ 2 ഡിവൈസും ആൾക്കാർ ക്യൂരിയോസിറ്റി കൊണ്ട് വാങ്ങിച്ചു. പക്ഷേ ഫോർ എ ലോങ് ടേം ഈ പറഞ്ഞ ഡിവൈസ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആപ്പിളിനും സാംസങ്ങിനും അടി കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ ഫോൾഡിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അല്ലാതെ ഐഫോൺ എയർ എന്ന് പറഞ്ഞ സെക്ടർ അവർക്ക് തിന്നസ്റ്റ് ഫോൺ ഇറക്കാൻ പറ്റും എന്ന് കാണിക്കാനും അവരുടെ ഇന്നോവേഷൻ ക്യാമറ പ്ലാറ്റോ എന്ന് പറഞ്ഞ സാധനങ്ങൾ കാണിക്കാനൊക്കെ കേട്ടാണ് ആപ്പിൾ അത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇനി ഫോൾഡ് വരും, അതോടൊപ്പം ബാക്കി കാര്യങ്ങൾക്കെല്ലാം ട്രയൽ റണ്ണാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പല ഡിവൈസും ആപ്പിളിൻ്റെ. സോ ഈ 2 ഡിവൈസും ഇപ്പോൾ പ്രൊഡക്ഷൻ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഐഫോൺ 17 ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വാങ്ങിക്കുന്നത്. പുറത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് ഐഫോൺ 17 Pro സീരീസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പുതിയ അപ്ഡേറ്റഡ് ആയ ആപ്പിളിൻ്റെ ലീക്സും റൂമേഴ്സും എല്ലാം നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, ഒരു രൂപ കൊടുക്കണ്ട. പക്ഷെ നമുക്ക് അതൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു സപ്പോർട്ടാണ്. സോ ഇപ്പോൾ തന്നെ ചെയ്യുക. ചെയ്തില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം നമ്മൾ അതിലെല്ലാത്തിലും റെഗുലറായുള്ള പുതിയ വാൾപേപ്പേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വീക്കിലെയും പുതിയ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. സോ എന്തായാലും ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.